ഹായ് ഓൾ, ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. LSTD ഗ്രേഡ് 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജിയോളജിക്കലി മാർബിൾ ഈസ് നോൺ ആസ് ഓപ്ഷൻ എ സെഡിമെൻ്ററി റോക്ക്, ഓപ്ഷൻ ബി മെറ്റമോർഫിക് റോക്ക്, ഓപ്ഷൻ സി ഇഗ്നിയസ് റോക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഫോളിയേറ്റഡ് റോക്ക്. അപ്പോൾ ഈ ജിയോളജിക്കലി മാർബിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെയിനായിട്ട് നമ്മുടെ റോക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജിയോളജിക്കലി 3 എണ്ണമായിട്ടാണ്: ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റമോർഫിക്. ഈ മെറ്റമോർഫിക്കിനെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് എന്ത്? നമ്മുടെ മാർബിൾ എന്ന് പറയുന്നത്. സോ മാർബിൾ ജിയോളജിക്കലി എന്താണ്? മെറ്റമോർഫിക് റോക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫങ്ഷൻ ഓഫ് ജിപ്സം ഇൻ സിമെൻറ്റ് ഈസ് ടു. സിമെൻറ്റിലെ ജിപ്സത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഓപ്ഷൻ എ റിട്ടാർഡ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഓപ്ഷൻ ബി ആക്സിലറേറ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഓപ്ഷൻ സി ഇമ്പാർട്ട് സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി ഇൻക്രീസ് വർക്കബിലിറ്റി. അപ്പോൾ ജിപ്സം നമ്മൾ സിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ സിമെൻറ്റ് സെറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ആവുന്നതിൻ്റെ ആണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ആ ഇനീഷ്യൽ സെറ്റിലിംഗ് നടക്കുന്ന ആ ഒരു ടൈമിനെയാണ് ഇനീഷ്യൽ സെറ്റിലിംഗ് ടൈം എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ടൈം കുറയ്ക്കുക, റിട്ടാർഡ് ദ ടൈം. ടു റിട്ടാർഡ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം we use gypsum in cement. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റിട്ടാർഡ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഇതുപോലെ തന്നെ നമ്മൾ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ചില സാഹചര്യത്തിൽ കോൺക്രീറ്റ് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കാൽസ്യം ക്ലോറൈഡ്. അതിനെ നമ്മൾ ആക്സിലറേറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഈസ് നോർമലി ലെയ്ഡ് ഓൺ. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഫ്രോഗ് എന്താണ്? ഒരു ബ്രിക്കിൻ്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡിപ്രഷനെയാണ് ഫ്രോഗ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തിലോട്ട് നമ്മൾ ഈ മോട്ടാർ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ടോപ്പിൽ അടുത്ത ബ്രിക്ക് വെക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു പോണ്ട് ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതെവിടെയാണ് വെക്കുക? നമ്മുടെ ടോപ്പ് ഫേസിലാണ്. ബ്രിക്കിൻ്റെ ടോപ്പ് ഫേസിലുള്ള ഡിപ്രഷനെ പറയുന്ന പേരാണ് ഫ്രോഗ് എന്ന്. ഓക്കെ, അവിടേക്കാണ് നമ്മൾ മോട്ടാർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ലിൻസീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പെയിൻറ്റ് ആസ്. ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി വെഹിക്കിൾ, ഓപ്ഷൻ സി ഡ്രയർ, ഓപ്ഷൻ ഡി ടിന്നർ. അപ്പോൾ എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ? ഒരു പെയിൻറ്റിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻറ്റിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ മെറ്റീരിയൽസിനെയും ഹോൾഡ് ചെയ്ത് നിർത്തുന്ന കോമ്പൗണ്ടാണ് ബേസ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത എന്താണ്? അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് വൈറ്റ് ലെഡ്, റെഡ് ലെഡ്, ഓക്കെ, സിങ്ക് ഓക്സൈഡ്, ഇതെല്ലാം തന്നെ നമ്മൾ പെയിൻറ്റിൽ യൂസ് ചെയ്യുന്ന ബേസിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ എന്താണ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ? വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അതിലെ ലിക്വിഡ് മെറ്റീരിയലാണ്. ഈ പിഗ്മെൻ്റ് ഒക്കെ ഇതിൽ ഡിസോൾവ് ചെയ്ത് പോവാതെ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന മെറ്റീരിയലാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിത് സർഫസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പിഗ്മെൻറ്റിനെ സർഫസിലേക്ക് അഡ്ഹർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും വെഹിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പിന്നീടുള്ളത് ഡ്രയറും തിന്നറുമാണ്. ഡ്രയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തിന്നറും അറിയാലോ, തിന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, പെയിൻറ്റിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തിന്നർ. അപ്പോൾ ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയലാണ്? ഇതിലെ വെഹിക്കിളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രാസ് ഈസ് ആൻ അലോയി ഓഫ്. ഓപ്ഷൻ എ കോപ്പർ ആൻഡ് സിങ്ക്, ഓപ്ഷൻ ബി സിങ്ക് ആൻഡ് ലെഡ്, ഓപ്ഷൻ സി ടിൻ ആൻഡ് സിൽവർ, ഓപ്ഷൻ ഡി സിങ്ക് ആൻഡ് നിക്കൽ. ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? അലോയി ആണ്. അലോയി ഓഫ് എന്താണ്? കോപ്പർ ആൻഡ് സിങ്ക് ആണ്. ഓക്കെ, കോപ്പർ ആൻഡ് സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ വാൾ ഈസ് നോൺ ആസ്. ബ്രിക്കിൻ്റെ ബ്രെഡ്ത്തും ഉണ്ട് ലെങ്ത്തും ഉണ്ട് അല്ലേ? അതിൻ്റെ ബ്രെഡ്ത്ത് നമ്മുടെ ഭിത്തിയുടെ ഫേസിന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക എന്തായിരിക്കും? ഇവിടെ കാണാൻ പറ്റുക അതിൻ്റെ ബ്രെഡ്ത്ത് സൈഡായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? ഹെഡർ സൈഡ് എന്ന് നമ്മൾ പറയാം അല്ലേ? ഹെഡറാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ദ ബ്രിക്ക് ലെയ്ഡ് വിത്ത് ഇറ്റ്സ് ബ്രെഡ്ത്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ വാൾ, അതിനെ എന്താ നമ്മൾ വിളിക്കുക? ഹെഡർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ഹെഡറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ,
അതുപോലെ നമ്മൾ ലെങ്ത് ആണ് പാരലാക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലെമിഷ് ബോണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ വിച്ച് ദ മേസൺറി കണ്ടെയ്ൻസ്. ഇപ്പോൾ ഫ്ലെമിഷ് ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡറും സ്ട്രെച്ചറും വെച്ച് പോകുന്നതിനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ഹെഡർ ആൻഡ് സ്ട്രെച്ചർ ആർ ലെയ്ഡ് ഓൾട്ടർനേറ്റീവ്ലി ഇൻ ദ സെയിം കോഴ്സ്. ഓപ്ഷൻ ബി, ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ ദ ഓൾട്ടർനേറ്റ് കോഴ്സ്. ഓപ്ഷൻ സി, സ്ട്രെച്ചേഴ്സ് ആർ ലെയ്ഡ് ഇൻ എവറി കോഴ്സ്. ഓപ്ഷൻ ഡി, ഹെഡേഴ്സ് ആർ ലെയ്ഡ് ഇൻ ദ എവറി കോഴ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഫ്ലെമിഷ് ബോണ്ടിൻ്റെ നമ്മൾ ഒരേ കോഴ്സിൽ തന്നെ ഹെഡറും സ്ട്രെച്ചറും ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലെമിഷ് ബോണ്ട് എന്ന് വിളിക്കുക. ഹെഡർ സ്ട്രെച്ചർ ഇങ്ങനെ ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് വെക്കുന്നതിനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ അണ്ടർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്. ആർച്ചിൻ്റെ അടിഭാഗത്തെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻട്രാഡോസ്. ഓപ്ഷൻ ബി, ഹോഞ്ച്. ഓപ്ഷൻ സി, കീ. ഓപ്ഷൻ ഡി, സോഫിറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ആ സർഫസ് പോർഷനെയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നർ ആർച്ച് അല്ലേ, നമുക്ക് ആർച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഇന്നർ ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാഡോസ്. അതുപോലെ ഔട്ടർ ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാഡോസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ സോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന അണ്ടർ സർഫസ് എന്താണെന്നാണ്. അത് ആൻസർ ഏതാണ്? സോഫിറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The highest line of sloping roof where two opposite sides meet. രണ്ട് ഓപ്പോസിറ്റ് സൈഡ് മീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ലൈനിനെ പറയുന്ന പേരെന്താണ്? ഇത് റൂഫിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ, റിഡ്ജ്. ഓപ്ഷൻ ബി, റാഫ്റ്റർ. ഓപ്ഷൻ സി, ഈവ്. ഓപ്ഷൻ ഡി, പെർലി. അപ്പോൾ ഹയസ്റ്റ് പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? റിഡ്ജ് എടുക്കാം. ഇതാണ്ടില്ലേ, രണ്ട് സ്ലോപ്പിംഗ് സർഫസിൻ്റെ ഹയസ്റ്റ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഈസ് ടു work. Option A, from whole to part. Option B, from part to whole. Option C, from higher level to lower level. Option D, from lower level to higher level. നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹോൾ ഏരിയനെ നമ്മൾ കംപ്ലീറ്റ് ഒരു ട്രയാങ്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഫുൾ ട്രയാങ്കിൾ ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചെറിയ ചെറിയ ലോക്കൽ ഇറർ ക്യാരി ഓവർ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ഇറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക? ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നാണ് നമ്മൾ സർവേയിൽ യൂസ് ചെയ്യുന്ന മെയിൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.